രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചു എന്നുള്ള പുതിയ വിവരം കൂടി വരുന്നുണ്ട്. 3 സെറ്റ് പത്രികകളാണ് അദ്ദേഹം സമർപ്പിച്ചിരുന്നത്. അവിടെ UDF പരാതി ഉയർത്തിയിരുന്നു. പത്രിക ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് റിനു, പത്രിക സ്വീകരിച്ചിരിക്കുന്നു. ഈ കർണാടകയിലെ സ്വത്തുമായി ബന്ധപ്പെട്ട് ആ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് എന്ത് വിശദീകരണം രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നൽകി? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്രിക സ്വീകരിച്ചിരിക്കുന്നത് റിനു? ഉന്മേഷ, അനുജ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പത്രിക സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ അഭിഭാഷകൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് അതിലേക്ക് പോകാം. സ്വീകരിച്ചു. നോമിനേഷൻ സ്വീകരിച്ചു. ഫാം 26 അതൊരു തെറ്റുമില്ല, ഒരു കാര്യവും സപ്രസ് ചെയ്ത് വെച്ചിട്ടില്ല. മാത്രമല്ല ഇതൊരു കോസി ജുഡീഷ്യൽ പ്രൊസീഡിംഗ് ആണ്. എന്തെങ്കിലും ഫാൾസ് ആർക്കെങ്കിലും അലിഗേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് കോടതിയിലാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്, ഇവിടെ അല്ല. പക്ഷേ ഒരു തെറ്റും ഇല്ല, 26 ഇല്ല. നിലവിലെ ഇലക്ഷൻ ഗൈഡ് ലൈൻ അനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നോമിനേഷനാണ്. അതുകൊണ്ട് സ്വീകരിച്ചു. ഒരു മീഡിയ ഒരു സ്പെക്കുലേഷൻ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തൊരു കള്ളപ്പരാതിയാണ്. ഇതുമായി യാതൊരു നിയമപരമായിട്ട് യാതൊരു സ്റ്റാൻഡും ഇല്ലാത്ത ഒരു പരാതിയാണ്. ഇതൊരു ന്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്ഥാനാർത്ഥി പോലും 3 മണിക്കൂറായി ഇലക്ഷൻ പ്രവർത്തനം മാറ്റി വെച്ചിട്ട് ഈ പരാതി കൊടുത്ത സ്ഥാനാർത്ഥി വരെ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇത്തരത്തിലൊരു ന്യൂസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ ബൈറ്റാണത്. അല്ല, അതൊക്കെ ഈ നോമിനേഷനിൽ പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഗൈഡ് ലൈൻ എന്താണ്, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അവർക്ക് പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അവർ വേറെ വഴി നോക്കിക്കോട്ടെ. അതാണ് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. കർണാടകയിലെ ഭൂമിയും വീടും അത് തന്റെ പേരിലുള്ളതല്ല, ഇത്തരത്തിലേക്ക് കള്ളത്തരം പറഞ്ഞുകൊണ്ടായിരിക്കരുത് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നൊക്കെയുള്ളത് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ 3 സെറ്റ് പത്രിക രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ചിരുന്നു, അത് സ്വീകരിച്ചു എന്ന ഏറ്റവും പുതിയ വാർത്ത വരികയാണ്. UDF സ്ഥാനാർത്ഥിയുടെ പരാതിയെ തുടർന്നാണ് സൂക്ഷ്മ പരിശോധനയിൽ പത്രിക മാറ്റിവെച്ചത്. ഇപ്പോൾ അത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. റിനു ശ്രീധരാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ അഭിഭാഷകൻ ഒപ്പം BJP നേതാക്കൾ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നൽകിയ പരാതിയിൽ അടിസ്ഥാനമില്ല, ഇനി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ അതിനെ നേരിടട്ടെ എന്നാണ് അവർ പറയുന്നത്. പത്രിക ഏതായാലും ഇപ്പോൾ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. UDF നൽകിയ പരാതിയെ തുടർന്നാണ് ഈ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്. അക്കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, വിവരങ്ങൾ പറയൂ. ഉന്മേഷ, സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇടെയാണ് കോൺഗ്രസ് ശബ്ദത്തിൽ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. റിന്യൂവിലേക്ക് വളരെ വേഗത്തിലെത്താം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, ഇപ്പോൾ നേമത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചിരിക്കുന്നു. നേരത്തെ ഈ പത്രികയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉന്നയിച്ചിരുന്നു UDF. ഇതുമായി ബന്ധപ്പെട്ട് സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു, കർണാടകയിലെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയില്ല എന്നിങ്ങനെയായിരുന്നു പരാതി. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോൾ BJP നേതാക്കൾ വിശദീകരണം നൽകി പത്രിക സ്വീകരിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.